Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ കേരള ലഞ്ച് മെനുവിന്റെ 54ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രണ്ട് സിമ്പിൾ റെസിപ്പീസ് ആണ് ഉണ്ടാക്കിയത്. ആദ്യത്തെ ഒരു ഉരുളക്കിഴങ്ങ് moloshyam. ഈ കറി ഉണ്ടാക്കാൻ വെറും 5 മിനിറ്റേ വേണ്ടൂ. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്ന തോരൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഞാൻ വാഴപ്പൂ കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കിയത്. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ രണ്ട് റെസിപ്പീസിന്റെയും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം moloshyam ഉണ്ടാക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേകാൻ വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം സമയം ലാഭിക്കാൻ വേണ്ടി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്തത് അതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് തിളയ്ക്കാൻ വിടുക. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ചേർത്ത് അടുപ്പിൽ നിറയ്ക്കുക. നമ്മുടെ moloshyam റെഡിയാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചരി ചേർക്കുന്നുണ്ട്. ഈ അരി ഒന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിലേക്ക് കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വാഴപ്പൂ കട്ട് ചെയ്ത് എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളം ഒക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത കഷ്ണത്തിൽ നല്ലോണം വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കുടഞ്ഞിട്ട് നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യും. ഇത് നന്നായി കുക്കായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങയിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം ഒക്കെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ എരിവിന് നമ്മളൊന്നും ചേർത്തിട്ടില്ല. ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി, നമ്മുടെ മെനു റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.